ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട് നടന്ന ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ഫെസ്റ്റിവൽ, നമ്മുടെ കോഴിക്കോട് സരോവരത്തിൻ്റെ ട്രേഡ് സെൻറ്ററിൽ നടന്ന ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ഫെസ്റ്റിവലിന് പങ്കെടുത്ത വീഡിയോ ആണ് കേട്ടോ. 2 days മുന്നെയാണ് പോയത്. ഞങ്ങൾ കഴിയുന്നതിന് 2 ദിവസം മുന്നേ പോയി. ഞാൻ എന്തായാലും അന്ന് തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ വന്നപ്പോൾ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് കഴിഞ്ഞില്ല. തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ മേക്കപ്പ് വർക്ക് ഉള്ളതുകൊണ്ട് അങ്ങനെയും ബിസിയായി. അപ്പോൾ ഇതാ ഇന്ന് എന്തായാലും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ 12-ാം തീയതി വരെയായിരുന്നു, അന്നായിരുന്നു കേട്ടോ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഏതായാലും നിങ്ങൾ കണ്ടു നോക്കുക, എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഇവിടെ ഇതാ ഓരോന്നും ഇങ്ങനെ എന്താ ഈ ഫുഡ് ഫെസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 25ഓളം സ്റ്റേറ്റിലെ വ്യത്യസ്തമാർന്ന ഫുഡ്, അതും അവിടുത്തെ എക്സ്പേർട്ടായിട്ടുള്ള ഷെഫുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡാണ് കേട്ടോ. എന്താ പറയുക, ഒരു പുതുമയാർന്ന അനുഭവം തന്നെയായിരുന്നു. ഓരോ സ്റ്റാളിലും അവരുടെ എന്താ പറയുക, ഒരു ആ നാട്ടിലൊരു ഡ്രസ്സിങ് രീതി അടങ്ങിയിട്ടുള്ളൊരു ഫോട്ടോയും മുകളിൽ അവരുടെ ഒരു ചരിത്ര പൈതൃക സ്മാരകവും ഉണ്ട് കേട്ടോ. അങ്ങനെ 25ഓളം ഉണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് കണ്ണൂരുണ്ട്, പിന്നെ അതുപോലെ കോഴിക്കോടുണ്ട്, പിന്നെ അതുകൂടാതെ ലക്ഷദ്വീപുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുവിധം എല്ലാ സ്റ്റാളും കവർ ചെയ്ത് രാത്രിയാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പം അന്ന് അത് കൂടാതെ അവർ കണ്ടക്ട് ചെയ്തിട്ട് വലിയൊരു എന്താ പറയുക മ്യൂസിക് ഷോയും ഉണ്ടായിരുന്നു, ഒരു ബാൻഡിൻ്റെ. അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, വീഡിയോ ലെങ്തി ആവുമെന്ന് കരുതിയിട്ട് വേറെ വീഡിയോ ഇട്ട് തന്നെ ഇതിലിടാം കേട്ടോ. അപ്പോൾ നോക്കിയാൽ ഇതൊക്കെ നോക്കൂ, ഓരോ സ്റ്റേറ്റിലെയും ഫുഡാണ് കണ്ടോ. ഇതൊക്കെ ഇത് എനിക്ക് തോന്നുന്നത് രാജസ്ഥാനിയാണെന്ന്. അപ്പോൾ അവിടുത്തെ ഈ ഒരു ഇത്ത കണ്ടോ, അവിടുത്തെ അവരാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫുഡൊക്കെ, ഇവിടുത്തെ ഈ റൈസാണ് ഞങ്ങൾ ഇവരുടെ നിന്ന് കഴിച്ചത്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അവരുടെ റൈസ്. പിന്നെ അവരുടെ പ്രത്യേക തരം പായസവും എല്ലാം ഉണ്ട്. അത് കൂടാതെ തന്നെ ഇവിടെ ചെറിയൊരു സ്റ്റേജും സെറ്റപ്പൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് തന്നെ ആൾക്കാരോട് റിവ്യൂവും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ടവർക്ക് പ്രോഗ്രാംസൊക്കെ അവതരിപ്പിക്കാം. അപ്പോൾ റൈസ് അടിപൊളിയായിരുന്നു. ആദ്യമായിട്ട് ഞങ്ങൾ ഇവരുടെ അടുത്ത് നിന്ന് റൈസാണ് കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇത് കണ്ടോ, ഭോപ്പാലിലെ അങ്ങനെ ഓരോന്നും ഓരോ സ്റ്റോളിലായിട്ട് അവരുടെ പേര്. ഹരിദ്വാർ ഉണ്ട്, ഭോപ്പാലുണ്ട്, അതുപോലെ ലക്നൗ, അങ്ങനെ ഒരുപാടുണ്ട്. ഹൈദരാബാദിൻ്റെ സ്പെഷ്യൽ ഹൈദരാബാദ് ബിരിയാണി ഉണ്ട്, പിന്നെ ചിക്കനും റൈസും, പിന്നെ അതുപോലെ പുലാവ്, എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് കേട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര റഷായിരുന്നു കേട്ടോ. അതുകൂടാതെ തന്നെ എന്താ പറയുക, ഞങ്ങളിവിടെ എത്തിയത് 8 മണിക്കാണ്. ഫുഡ് ഫെസ്റ്റ് 5 മണിക്കങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 5 മണി മുതൽ 10 മണി വരെയാണ്. പക്ഷേ ഞങ്ങൾ വേറൊരു പ്രോഗ്രാമിനും കൂടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും വീഡിയോ ഇത് മുഴുവനായിട്ട് കാണണേ. നമ്മൾ ഈ കണ്ണൂർക്കാരുടെ സ്റ്റാളിൽ നിന്ന് വാങ്ങിയത് കല്ലുമ്മക്കായായിട്ട്. നമ്മൾ സാധാരണ ബീച്ചിൽ പോയാലൊക്കെ ഉണ്ടാവുമല്ലോ കല്ലുമ്മക്കായ തോടൊക്കെ. അപ്പം അതിൽ നിന്നും ചെറിയ രീതിയിൽ വ്യത്യസ്തമായിട്ട് അരിമാവൊക്കെ ചേർത്തിട്ട് തന്നെയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഈ കാണുന്നത് നമ്മുടെ കോഴിക്കോടത്തെ സ്റ്റാളാണ്. കോഴിക്കോട് കുറ്റിച്ചിറ ഭാഗത്ത് അവരുടെ എന്താ പറയുക, അവരുടെ സ്പെഷ്യലായിട്ടുള്ള കണ്ണച്ച പത്തിരി, പിന്നെ കോഴി നിറച്ചത്, അവിടുത്തെ മെയിനായിട്ടുള്ള ഐറ്റംസാണ് അതൊക്കെയാണ് നമ്മുടെ. പിന്നെ അതുപോലെ ബീഫുണ്ട്, പിന്നെ പത്തിരി, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസാണ് നമ്മൾ കോഴിക്കോടിൻ്റെ ഈ സ്റ്റാളിലുള്ളത്. ഇതൊക്കെ ഓരോ സ്റ്റാൾ, ഓരോന്നിൻ്റെ സ്റ്റാളിലെയും ഓരോ ഫുഡ് ഐറ്റംസ് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. പക്ഷേ അത് പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ്. ഇത് കണ്ടോ, കബാബാണിത്. ആവാതെന്ന് പറഞ്ഞിട്ടുള്ള ഈ നാട്ടിലെ കബാബ്, അവരുടെ സ്പെഷ്യൽ ചട്നി ഉണ്ട്, അതൊക്കെയാണ്. ഇതാണ് ലക്നൗവിൻ്റെ സ്റ്റാൾ ഞാൻ നേരത്തെ പറഞ്ഞ്. ഇതും ബീഫ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കബാബാണ്, ബീഫ് കബാബാണ്. നെക്സ്റ്റ് ഇവിടുത്തെ ഇത് ഇവരുടെ റൈസാട്ടോ, ബിരിയാണി പോലെയുള്ള റൈസാണ്. അതുപോലെ ഇത് എന്തോ ഒരു സ്റ്റൂ ആണ് തോന്നുന്നു, മട്ടൻ്റെ സ്റ്റൂ ആണെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ ഓരോന്നും വ്യത്യസ്ത, പിന്നെ ഓരോന്നും ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് കഴിയാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറൊരു ഫംഗ്ഷൻ കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ ചിലതൊക്കെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. എല്ലാം ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമുക്കെല്ലാം ഒരു കുടക്കയിൽ നിന്ന് പറഞ്ഞ പോലെയായിരുന്നു. ഇതുകൊണ്ട് ഇത് പുലാവാണ് ഈ കാണുന്നത്. അങ്ങനെയുള്ളൊരവസ്ഥ. എല്ലാം ഒരു കുടക്കയിൽ എന്ന് പറഞ്ഞ പോലെയാണ്. എല്ലാം നമുക്ക് ഒരു സ്ഥലത്തു നിന്നല്ലേ, ഓരോ ദേശത്ത് ചെന്നാലും നമ്മൾ കിട്ടുന്ന അവരുടേതായിട്ടുള്ള തനതായിട്ടുള്ള ഫുഡ്സ് ഇങ്ങനെയൊരു ഫുഡ് ഫെസ്റ്റിവൽ നമുക്ക് ഒരുമിച്ച് കിട്ടുകയാണ്. അപ്പോൾ ശരിക്കൊരു എന്താ പറയുക, ഗ്രേറ്റ് തന്നെയായിരുന്നു. ഒരുപാട് ആൾക്കാർ ടേസ്റ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. പപ്പല്ല ഇപ്പം നേരം ഇവിടെ ഉണ്ടേന്. ഇതെന്താ? അത് ബഗൽപൂർ നാൻ. ബഗൽപൂർ നാൻ.
ഞാനല്ലേ ഇത് ടിക്ക് അതന്നെ ഇതെന്താ അരി വറുത്ത് ഭക്ഷണത്തിന് വില സംബന്ധിച്ച കാര്യങ്ങളെല്ലാം കലോത്സവവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ തീരുമാനിക്കുന്നതാണ്. അതിലിപ്പോൾ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ പ്രായോഗികമായി കൊടുക്കാൻ കഴിയാൻ കവരത്തി ആ ഭക്ഷണം കൊടുക്കുക. ഇവിടെ വാങ്ങിക്കാം വാങ്ങിക്കാനും രസമുണ്ടോ കഴിച്ചോക്ക് ഇതൊക്കെ പിന്നെ സനാം പാലക്കെട്ടിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇതൊരു അടിപൊളി സാധനം തന്നെയാണ്. നമ്മൾ ഇത്രയും ഒരുപാട് എന്താ പറയുക ചിക്കനും മട്ടനും ബീഫും റൈസൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഒതുങ്ങാനായിട്ടുള്ള ഒരു സ്പെഷ്യൽ സോഡയായിട്ട് നല്ല തൈരൊക്കെ ഒഴിച്ചിട്ടുള്ള നല്ല സ്പൈസിയാണ്. തൈര് പുതിയ എന്തൊക്കെയോ ചേർത്തിട്ട് നല്ല അടിപൊളി സാധനം കേട്ടോ. ഒന്നിന് 40-50 രൂപ എങ്ങനെ വില വരുന്നുള്ളൂ. അപ്പോൾ നമ്മളും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ. പിന്നെ അവസാനം 2 ചോദിക്കുന്ന മസാല മാത്രമേ ഉള്ളൂ. ഇതിനെടുത്തരും ഉണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാലേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ എല്ലാവർക്കും. പിന്നെ ഞാൻ പറഞ്ഞാലും ഇവിടെ വലിയൊരു ഇവൻറ്റ് നടക്കുന്നുണ്ടെന്ന്, അതിൻ്റെ വീഡിയോ ഞാൻ തൊട്ട് താഴെ തന്നെ അപ്ലോഡ് ചെയ്യട്ടെ. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.